കുഞ്ഞുമാളു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബിക്കോസ് ഒരു നാട്ടുംപുറത്തെ ഒരു വേലക്കാർത്തിയുടെ റോളാണ്. ഇവിടെ ഇവിടെ ഏട്ടത്തി പ്രസവിച്ചു, പിന്നെയും പെൺകുട്ടി. ഞാൻ ചെട്ടിച്ചിലൂടെ പോയതാ മുളകോപ്പുറണ്ടോ ചോദിക്കാൻ. ലാൽ സാർ എന്നെ ഓഡിഷന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നെ കണ്ടോര് ആരും അങ്ങനത്തെ ഒരു ക്യാരക്ടർ തരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ സാറിൻ്റെ ഫോഴ്സായിട്ട് തന്നെ അപ്പം ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലായി. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. മമ്മി ആൻഡ് മീ ഈസ് എ ടോട്ടൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. പിന്നെ ഇത് ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം അമ്മയും മോളുടെയും കഥയാണ്. പക്ഷേ ദിസ് ഹാസ് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്പ്. ഇതൊരു നല്ലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു അച്ഛനും മോളുടെയും ഒരു ഭയങ്കര സ്വീറ്റ് റിലേഷൻഷിപ്പ്. ഇന്നലെ മോള് കോളേജിൽ നിന്ന് വീട്ടിലെത്തിയപ്പോ സമയം 6 മണി. നോ ഡാഡി, 5:45 കഴിഞ്ഞപ്പോ വന്നു. 5:45 6 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അമ്മ ഭയങ്കര സ്റ്റബൺ ആയിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ കറക്റ്റായ രീതി, കറക്റ്റായ ടോൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മോളെ അല്ലെങ്കിൽ എങ്ങനെ ഒരു ടീനേജറിനെ ഹാൻഡിൽ ചെയ്യേണ്ടേ ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഒരു അച്ഛൻ. പിന്നെ തൊട്ടടുത്തൊരു നല്ലൊരു ക്ലോസ് ഫാമിലി ഫ്രണ്ട്, അതാണ് രാഹുലിൻ്റെ ഫാമിലി. അവരുടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറും അവരെന്ത് പെർഫെക്റ്റ് ഫാമിലിയാണ് അത് കാണിക്കുന്നുണ്ട്. പൂൾ എന്ന് പറയുന്ന കുട്ടിയെന്ന് വെച്ചാൽ അവളെ ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവൾക്കൊരു ഡ്രസ്സിങ് സെൻസ്, ഒരു അപ്പിയറൻസ് വൈസ് ഭയങ്കരമായി നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കുട്ടിയൊന്നുമല്ല. ഭയങ്കര സിമ്പിൾ ഓർഡിനറി കുട്ടിയാണ്. ഡ്രസ്സിങ് സെൻസ് ഇല്ല, മുടി ചീവില്ല, ബെഡിൽ നിന്നിട്ട് അതേപടി പോകുന്നൊരു കുട്ടിയാണ്. പിന്നെ അമ്മ പറയുന്നത് എങ്ങനെയൊക്കെ നോ പറയാമോ അതൊക്കെ പറയും. അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു അനിയനുണ്ട്, അനിയനായിട്ട് കമ്പാരിസൺ വീട്ടിൽ നടക്കുന്നതാണ്. അപ്പം അത് ഇഷ്ടപ്പെടാതെ അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കൊച്ച്. എന്താ ഒരു ക്ലബിൽ പാർട്ടിക്ക് പോകുമ്പോ ഇതാണ് ഇടുന്നത്? അയ്യേ, ഇത് ശരിയാവത്തില്ല. എനിക്കിതാണ് ഇഷ്ടം, എനിക്കിത് മതി. എല്ലാ രീതിയിലും കുഞ്ഞുമാളും എത്ര പേഷ്യൻസിൻ്റെ ഒരു എന്താ പറയുക, എക്സ്ട്രീം എന്ന് പറയാം കുഞ്ഞുമാളുനെ. എല്ലാം സഹിക്കുന്ന ഒരു കുട്ടി. കുറുമ്പ് കാട്ടല്ലേ, അനങ്ങാതെ നിക്ക്. അമ്പലക്കുളത്തിലൊന്നും കണ്ടില്ല. പുറത്താ. ഹരിദാസനില്ലേ? ഉണ്ട്. എപ്പോഴും മുറിയിലിരുന്ന് വായന തന്നെ. ഹായ്. പക്ഷെ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഒന്നും സഹിക്കില്ല. അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവൾ ചെയ്യും. അതിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നൊന്നും അവൾ നോക്കില്ല. അവളുടെ കാര്യം കറക്റ്റായിട്ട് അവൾ ഇഷ്ടപ്പെടുന്ന പോലെ പോകണം. ആരുമേ കാണാതെ ഒന്നുമേ ചൊല്ലാതെ ജീവനായി മാറി നീ അഴകേ. എനിക്ക് ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ ഇത് വായിച്ചപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത്, നീ നിൻ്റെ കഥ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, ഇഫ് എൻ്റെ അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കാണുമ്പോൾ എല്ലാ അമ്മമാർക്കും എല്ലാം പെൺമക്കൾക്കും ഇത് തോന്നും, ഇത് എൻ്റെ കഥയാണ്. അല്ലെങ്കിൽ ജിത്തു സാർ എവിടെയോ സൈഡിൽ നിന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഈ വഴക്കുണ്ടാകുന്ന സമയത്ത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ നാണം കിട്ടിയിട്ടില്ല. ഇത്രയും നാളും വീട്ടിനകത്ത് വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പുറത്തു വെച്ചു ആവാന്നായി. ആരെയും ഭയമില്ല. എന്തൊരു അഹങ്കാരാന്നറിയാവോ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവിടെ അമ്മയല്ലേ ജോ. ബിക്കോസ് അത്രയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ അമ്മ മകൾ സ്റ്റോറീസ് മുമ്പും വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് വേയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരുടെ തോട്ട്, ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സിറ്റുവേഷൻ ആണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. എൻ്റെ തീരുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഐ ആം സോറി. സാരമില്ല, ഇതാണ് മോളെ ജീവിതം.